മടി കാരണം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല സാറേ. അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ട് പോയിട്ട് ഇന്ന് എന്തായാലും കുറേ പഠിക്കണം, കുറേ ചാപ്റ്റർ കവർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ മടി കാരണം നാളെ ആവാം അല്ലെങ്കിൽ മറ്റന്നാളെ ആവാം എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്യും. ഇങ്ങനെ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഈ മടിയിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങളും പലപ്പോഴും പല സ്റ്റുഡൻസും നമ്മളോട് പറയാറുള്ളതാണ്. എന്താ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? ഇപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ ഈ പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത്? ഈ പഠിച്ചുകൊണ്ട് എന്താ കിട്ടാൻ പോകുന്നത്? എക്സാം അത് ഒരു ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ആനുവൽ എക്സാം, ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം, ഈ എക്സാമുകൾ ഉണ്ടാവും. ആ എക്സാമുകളിൽ നല്ല മാർക്ക് വാങ്ങാം. അതിപ്പോൾ നല്ല മാർക്ക് വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? SLCക്കോ അല്ലെങ്കിൽ 10th പബ്ലിക് എക്സാം ഒക്കെ ആണെങ്കിൽ +1 അഡ്മിഷൻ കിട്ടും, A+കൾ ഉണ്ടെങ്കിൽ, അല്ലേ? അതാണ് ഇപ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുക. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലോട്ട് ജയിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് ഇപ്പോൾ വലിയൊരു സംഭവം ഉണ്ടോ? കാരണം ഇപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടില്ല, ഒരു ആവറേജിലൊക്കെ പോകുന്ന ആളാണെങ്കിലും അയാൾ എന്ത് ചെയ്യും? പാസ്സാവുമല്ലോ. അപ്പോൾ അതിൽ വലിയ കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ പഠിച്ചത് കൊണ്ട് എന്താ കിട്ടുക എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പഠിക്കാൻ തോന്നാത്തത്. നിങ്ങളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ വർക്ക് എന്തിനു ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് അറിയെങ്കിൽ നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യണം വിചാരിക്കാം. ഒരു സൺഡേ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിലെല്ലാ ആളുകളും ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? എല്ലായിടത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പുറത്തു നിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ വീട് കാണാൻ വളരെ മനോഹരമായിരിക്കും. നമുക്ക് തന്നെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബായിരിക്കും. അത് കിട്ടും എന്ന് അറിയുന്നതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ഔട്ട്പുട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലുണ്ട്, ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് കിട്ടും, അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു എന്നുണ്ട്, അല്ലേ? ഒരു ജോലിക്ക് പോകുന്ന ആൾ നല്ല രീതിയിൽ ജോലി ചെയ്തു, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അയാളുടെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രൊമോഷനും സാലറി ഹൈക്കൊക്കെ കിട്ടും. അപ്പോൾ അയാൾക്ക് അറിയാം എന്തിനാണ് അയാൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ച് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് പ്രിപ്പയർ ചെയ്ത് ഫുൾ സെറ്റ് ആയിക്കൊണ്ടൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രിപ്പറേഷൻസ് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ പഠിക്കുന്ന സമയം വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, നോട്ട്സ് വായിക്കുന്നു, ഇത് വരുമ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ഇത് ചെയ്താൽ എന്താണ് അൾട്ടിമേറ്റ്ലി കിട്ടുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു എക്സാമിന് മാർക്ക്, അതാണ് ആകെ മുന്നിലുള്ളത്. എല്ലാവരും പറയാം എക്സാമിന് മാർക്ക് വാങ്ങണം. എക്സാമിൻ്റെ മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം ഒരു ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യനുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SLCയോ 10th ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്തുണ്ടാവാം? +1 അഡ്മിഷൻ എന്നുള്ള സംഭവം ഉണ്ടാവാം. 8th സ്റ്റാൻഡേർഡ് വരെ ഓൾമോസ്റ്റ് ഓൾ പ്രൊമോഷനാണ്. 9th 10th എല്ലാവരും പാസ്സാവുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ മാർക്ക് എന്നുള്ളത് ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഭവമാണോ എന്നുള്ള കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് 4 എക്സാമ്പിൾസ് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, 4 എക്സാമ്പിൾസ്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്, മറ്റാരുമല്ല ലയണൽ മെസ്സി. ലയണൽ മെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ 13ാമത്തെ വയസ്സിലാണ് FC ബാഴ്സലോണയുടെ അവരുടെ യൂത്ത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേയും അദ്ദേഹം വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചതുകൊണ്ടാണ് അവർ ആ ഒരു ക്ലബ്ബിലോട്ട് അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിയിലോട്ട് സെലക്ഷൻ കിട്ടുന്നതും 13ാമത്തെ വയസ്സിൽ ഒരു പ്രൊഫഷണൽ ആയിക്കൊണ്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് മെസ്സി എന്ന് പറയുന്ന മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു പ്ലെയറെ നമ്മൾ ഇത്രയും ആരാധിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും വളരെ വിസ്മയത്തോടെ കാണുന്നുണ്ട്, അത്രയും അധികം വലിയ നമുക്ക് പകരം വയ്ക്കാനാവാത്ത രീതിയിലുള്ള പെർഫോമൻസുകൾ കിട്ടുന്നുണ്ട് എങ്കിൽ അത് മെസ്സി 13ാം വയസ്സും അതിന് മുന്നേയും തുടങ്ങിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ പാർട്ടാണ്. അല്ലാതെ മെസ്സി വിചാരിക്കുകയാണ് ഞാൻ ഫേമസ് ആയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വലിയൊരു ഫുട്ബോളർ ആയി കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് കാണുന്ന രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് മാറാൻ ഒരിക്കലും മെസ്സി കഴിയില്ല. മെസ്സി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ ഏജിലായിരുന്നു എന്നുള്ളതാണ്, അല്ലേ? രണ്ടാമത്തെ ഒരാൾ ഒപ്ര വിൻഫ്രി എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, ഒപ്ര വിൻഫ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് അല്ലെങ്കിൽ TV ആങ്കർ ആണെന്നൊക്കെ നമുക്ക് പറയാം. ഒപ്ര വിൻഫ്രി വളരെ പുവറായിട്ടുള്ള വളരെ പട്ടിണി എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വന്ന ആളാണ്. ഒരുപാട് ഇഷ്യൂസ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ചെറുപ്പം മുതലേ ഇത്തരത്തിൽ ഒരു TV ആങ്കർ ആവണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷ്വൽ മീഡിയയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷനിൽ എത്തിപ്പെടണം എന്നുള്ള വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ദ ഏജ് ഓഫ് 16 16ാമത്തെ വയസ്സിലാണ് ആദ്യമായിക്കൊണ്ട് ഒരു റേഡിയോ ആങ്കർ ആയിക്കൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭരായ TV ആങ്കർമാരിൽ ഒരാളായിട്ട് മാറിയുള്ള ആളാണ് ഒപ്ര വിൻഫ്രി. ഒപ്ര വിൻഫ്രി ഇത്രയും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ചലഞ്ചസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് വളരെ ചെറിയ പ്രായത്തിൽ നിന്നാണ്. അതിൻ്റെ റിസൾട്ടാണ് എന്ത് ചെയ്യുന്നത് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. APJ അബ്ദുൽ കലാമാണ് ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ ആൾ. APJ അബ്ദുൽ കലാം നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല സ്പേസ് റിലേറ്റഡ് ആയിക്കൊണ്ട് അല്ലെ സ്പേസ് സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആളാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആവണം, റോക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യണം
അങ്ങനെയുള്ള ഡ്രീം, ഒരു പൈലറ്റ് എന്ന് പറയുന്ന ഡ്രീം, അങ്ങനെയുള്ള ഡ്രീമുകളൊക്കെ ഉണ്ടാവുന്നത് സ്കൂൾ ക്ലാസ്സുകളിൽ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന ഒരു ഫിസിക്സ് അധ്യാപകൻ ആ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷി എങ്ങനെ പറക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് കേട്ടിട്ടാണ്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ക്ലാസ്സുകൾ, ഒരു LP UP പഠിക്കുന്ന സമയത്ത് ഒരു ഫിസിക്സ് അധ്യാപകൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക്സ് അധ്യാപകൻ്റെ ക്ലാസ്സിലിരുന്ന് കേട്ടിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് അന്ന് മുതൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് പഠിക്കുകയും ചെയ്തതിൻ്റെ റിസൾട്ടാണ് പിന്നീട് അദ്ദേഹം ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന രീതിയിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയതും അതിന് മുന്നേ അദ്ദേഹം നമ്മളെല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉള്ള ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആയിട്ട് മാറിയതും ഇതിൻ്റെ പുറകിലുള്ള കാര്യമാണ്. ബിൽ ഗേറ്റ്സ്, ഞാൻ പറയാൻ പോകുന്ന 4ാമത്തെ ആളാണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ കോ ഫൗണ്ടർ ആയിരുന്ന ബിൽ ഗേറ്റ്സ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കോഡിങ്, നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൊക്കെ വളരെ പാഷനേറ്റ് ആയിക്കൊണ്ട് ഒരുപാട് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഞാൻ ഈ 4 ആളുകൾ നിങ്ങളോട് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെല്ലാവരും ഇന്ന് വേൾഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വളരെ ഫെമിലർ ആയിട്ടുള്ള ഫേസുകളാണ്. നമ്മൾ പല ആളുകളും റോൾ മോഡലാക്കുന്ന ആളുകളാണ്, പല സ്ഥലങ്ങളിലും ഇൻസ്പിറേഷനായിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്റ്റോറീസൊക്കെ ആയിട്ട് പറയുന്ന ആളുകളാണ്. പക്ഷേ ഇവരെല്ലാ ആളുകളും ഒന്നും ഒരു തൊട്ടുമുമ്പുള്ള ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുന്നെയോ വർക്ക് ചെയ്തു തുടങ്ങിയവരല്ല. 1 വർഷം മുന്നെയോ 2 വർഷം മുന്നെയോ വർക്ക് ചെയ്തു തുടങ്ങിയവരല്ല. അവരുടെ ചൈൽഡ്ഹുഡിൽ, ചെറുപ്പകാലത്ത് തന്നെ അവരുടെ ഡ്രീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു തുടങ്ങിയ ആളുകളാണ്. ഇന്ന് നിങ്ങൾ ലോകത്ത് അറിയപ്പെടുന്ന ഏതൊരാളെ എടുക്കുകയാണെങ്കിലും അവരുടെ സ്റ്റോറീസ് പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ, പക്ഷെ അവർ ആ സ്റ്റോറീസിലോട്ട് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ആ സ്റ്റോറീസ് നമ്മൾ പറയുന്ന രീതിയിൽ അവർ വളർന്നിട്ടുള്ളത് ചെറിയ പ്രായം മുതലേ അവരുടെ ഉള്ളിൽ എന്തായിത്തീരണം എന്നുള്ളൊരു ഡ്രീം ഉള്ളത് കൊണ്ടും ആ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടുമാണ്. നമ്മുടെ ഉള്ളിൽ ലാക്ക് ചെയ്യുന്നത് ആ ഡ്രീമാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് മടി പിടിച്ചിരിക്കുന്നത്, ഇത് പഠിച്ചുകൊണ്ട് എന്ത് കിട്ടും എന്ന് അറിയാത്തതുകൊണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡ്രീം ഒരു എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, പൈലറ്റ്, സയൻറ്റിസ്റ്റ്, ഇങ്ങനെയുള്ള എന്തോ ആവാം, സിവിൽ സർവീസ്, ഇങ്ങനെ പല ഡ്രീമുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ ഡ്രീമുകളിലോട്ട് എത്തണം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം. എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ നേരത്തെയാണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ ആരും എന്തല്ല കുറച്ച് ദിവസങ്ങൾ മുന്നേ തുടങ്ങിയിട്ട് ഒരു ഓവർനൈറ്റ് സക്സസ് ആയവരല്ല. ഇവരെല്ലാവരും ഒരുപാട് വർഷങ്ങളുടെ കഠിനാധ്വാനത്തോടെയും ഒരുപാട് കാര്യങ്ങൾ സഹിച്ചും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്ത് നിങ്ങളുടെ പൊസിഷൻസിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ നല്ലൊരു കോളേജിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്താൽ അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നല്ലൊരു കോളേജിൽ നിങ്ങൾ പഠിക്കണം. നല്ല കോളേജിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എൻട്രൻസ് ടെസ്റ്റ് കിട്ടണം. എൻട്രൻസ് ടെസ്റ്റ് കിട്ടണമെങ്കിൽ +1 +2 ആണ് അതിൻ്റെ എൻട്രൻസ് ടെസ്റ്റുകളുടെ മെജോറിറ്റി എൻട്രൻസ് ടെസ്റ്റുകളുടെയും ബേസിക് സിലബസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ +1 +2 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് എൻട്രൻസ് ലെവലിൽ നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഹൈസ്കൂൾ കൃത്യമായിട്ട് അറിയാത്തൊരു സ്റ്റുഡൻറ്റ് പോയിട്ട് +1 +2 മാത്രം പഠിച്ചത് കൊണ്ട് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് 100% ഫേക്കാണ്. അതൊരിക്കലും നടക്കില്ല. കാരണം എന്താ, നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഒരു ബേസ് ഇല്ലാത്ത സ്റ്റുഡൻറ്റ് LPയിൽ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സുകളിൽ ബേസ് ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റ് അപ്പർ ക്ലാസ്സുകളിലോട്ട് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അവിടെ ബേസ് ഇല്ലാത്ത ഒരാൾക്ക് ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ അത്രയും പറ്റില്ല. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കഴിഞ്ഞിട്ട് കോളേജുകളിലോട്ട് അവർക്ക് എത്തിപ്പെടാനേ പറ്റില്ല. കാരണം എന്താണ്, എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഭാവിയിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഇത്തരത്തിലുള്ള വളരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രീമിയർ സ്ഥാപനങ്ങളിലോട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കേവലം നിങ്ങളുടെ സ്കൂളിലെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, A+കളും A1കളും വാങ്ങാൻ വേണ്ടി മാത്രമല്ല. അതൊരു ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അബോവ് ആവറേജ് ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും A+കളും A1കളും കിട്ടുന്ന സിറ്റുവേഷനിലോട്ട് ഇന്നത്തെ സിലബസ് മാറിയിട്ടുണ്ട്, ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് കോൺസെപ്ച്വലി മനസ്സിലാക്കി വരുന്ന, അല്ലെങ്കിൽ അതിൽ പറയുന്ന തിയറി മാത്രം വെറുതെ പഠിച്ചു പോവാതെ അതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളും അതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കി കണ്ടൻറ്റ് ഉള്ള ആളുകൾക്കാണ് പിന്നീട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത് അത് നിങ്ങൾ വരാൻ പോകുന്ന ക്ലാസ് ടെസ്റ്റിനോ വരാൻ പോകുന്ന ആനുവൽ എക്സാമിനോ ക്വാർട്ടർലി എക്സാമിനോ അല്ല നിങ്ങൾ പഠിക്കുന്നത്. മറിച്ച് നിങ്ങൾ ഈ ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഭാവിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകൾക്കും അതുവഴി എത്തിപ്പെടാൻ പോകുന്ന ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടും അവിടെ നിന്ന് നിങ്ങൾ പോകാൻ പോകുന്ന നിങ്ങളുടെ ഡ്രീം ജോബിലോട്ടുമുള്ള ജേണി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ചാപ്റ്ററും ഓരോ സെൻറ്റൻസും നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ കണ്ടന്റ് റിച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഉൾക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മടി വരില്ല. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാൻ പറ്റും. കാരണം നമുക്ക് ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? നമ്മുടെ ഡ്രീമിലോട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അവിടെ എത്തിപ്പെടുന്നത് വരെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫുൾ ഓൺ പവറിൽ പോകാനുള്ള ഒരു ഫ്യൂവൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. അല്ലാതെ കുറേ ആളുകൾ പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്.
ഇതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയാം. ഈ ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ മടി വരില്ല. ഇന്ന് തുടങ്ങുക എന്നുള്ളത് നാളെ തുടങ്ങുക, മറ്റന്നാൾ തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കില്ല. ഇന്ന് തുടങ്ങാനുള്ളത് നമ്മൾ ഇന്ന് തന്നെ തുടങ്ങും. ഇന്ന് നമ്മൾ പഠിക്കാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് പഠിക്കും. കാരണം എന്താ, നമ്മുടെ മനസ്സിലൊരു ഡ്രീം ഉണ്ട്, അതിലോട്ടുള്ളൊരു ജേണിയാണ് ഇത് എന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മടി കൂടാതെ പഠിക്കാൻ പറ്റുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡ്രീം സെറ്റ് ചെയ്യുക എന്നുള്ളതും ആ ഡ്രീമിലോട്ടുള്ള വഴിയാണ് ഇത് എന്നുള്ളതും അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും എന്നുള്ള റിയാലിറ്റി ഉൾക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മടിയൊക്കെ ഫുൾ പമ്പ കിടക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂടുതൽ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്